പുതിയ പാൻ കാർഡിന് അപ്ഡേറ്റ് ആയിട്ടുള്ള ആധാർ കാർഡ്, മൊബൈൽ നമ്പർ, 2 ഫോട്ടോ, മെയിൽ ID, അപേക്ഷകൻ്റെ ഒപ്പ് എന്നിവയാണ് വേണ്ടത്. പുതിയ പാൻ കാർഡിന് അപേക്ഷിച്ചാൽ 7 അല്ലെങ്കിൽ 8 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പാൻ കാർഡ് ബൈ പോസ്റ്റ് ആധാർ അഡ്രസ്സിൽ വരുന്നതാണ്. പാൻ കാർഡ് പുതിയത് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ഇതിന് മുമ്പ് പാൻ കാർഡ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതറിയാനായിട്ട് ഇൻകം ടാക്സ് ഓഫീസിൽ നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ചെന്നാൽ പാൻ സെക്ഷനുണ്ട്. അവിടെ ചെന്ന് അന്വേഷിച്ചാൽ പാൻ കാർഡ് ഇതിനു മുമ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയാൻ സാധിക്കും. അവരവിടെ നിന്നൊരു ഡീറ്റെയിൽ നമുക്ക് തരും. അതിനകത്ത് പാൻ നമ്പർ ഉണ്ടാവും. ഇനി പുതിയ കുട്ടികളാണെന്ന് ചെറുപ്പക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് ടൈം ആയിരിക്കുമല്ലോ എടുക്കുന്നത്. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും അവർ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ, അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അവർക്ക് ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ടാണിത് പറഞ്ഞത്. കാരണം ഒരു പാൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു പാൻ നമ്പർ നിലനിൽക്കെ മറ്റൊരു പാൻ കാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സിൻ്റെ പെനാൽറ്റി നോട്ടീസ് വരും. അത് ഏകദേശം 10,000 റുപ്പീസാണ്. അപ്പോൾ അത് കുറച്ച് പ്രായമായ അമ്മമാരും അച്ഛന്മാരൊക്കെ അവർക്കൊക്കെ വേണ്ടി പാൻ കാർഡ് അപേക്ഷിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പാൻ നമ്പർ എടുത്തിട്ടുണ്ടെന്ന് അവരോട് ചോദിക്കുക. പിന്നെ നമ്മളുടെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഒരുപാട് ഫിനാൻസിലും ലോൺ സെക്ഷനിലൊക്കെ പല ബാങ്കിലൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അവർ ചിലപ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് പാനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവാം. നമുക്കത് കയ്യിൽ കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അത് പ്രത്യേകം പറഞ്ഞത്. പെട്ടെന്ന് പാൻ കാർഡ് അല്ലെങ്കിൽ പാൻ നമ്പർ എവിടെയെങ്കിലും കൊടുക്കാനായിട്ട് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പാൻ പുതിയത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തരുന്ന നിങ്ങളുടെ മെയിൽ IDയിൽ 3 അല്ലെങ്കിൽ 4 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ PDF രൂപത്തിൽ പാൻ കാർഡ് വന്നിട്ടുണ്ടാവും. അതെടുത്ത് നിങ്ങൾക്ക് ബാങ്ക് ആവശ്യങ്ങൾക്ക് കൊടുക്കാം. പിന്നെ UTASLൻ്റെ പാൻ കാർഡാണ് നമ്മുടെ ഇവിടെ ഓഫീസിൽ ചെയ്യുന്നത്. UTASL എന്ന് പറഞ്ഞ ഏജൻസിയുടെ പാൻ കാർഡാണ്. അത് ബൈ പോസ്റ്റാണ് വീട്ടിൽ വരുന്നത്. ആധാർ അഡ്രസ്സിലേ വരികയുള്ളൂ. പിന്നെ അഡ്രസ്സ് മാറ്റങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ആധാർ അഡ്രസ്സിൽ ഇപ്പോൾ നിങ്ങൾ താമസം ഇല്ലയെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് പ്രൂഫായിട്ട് നിങ്ങൾക്ക് പാസ്പോർട്ടോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം, പാൻ കാർഡിന് എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടുള്ള ആധാറേ ഇനി മുതൽ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ കൊച്ചു കുട്ടികളുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോട്ടോയൊക്കെ മാറ്റാത്ത ആധാർ കാർഡാണെങ്കിൽ അതെല്ലാം മാറ്റി അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രം പാൻ കാർഡ് എടുത്താൽ മതിയാകും. അതുപോലെ തന്നെ ചിലരുടെ ഡേറ്റ് ഓഫ് ബർത്ത് മൊത്തമായിട്ടും ആധാർ കാർഡിൽ ഉണ്ടാവില്ല. ചിലർക്ക് വർഷം മാത്രമായിരിക്കും. അങ്ങനെയുള്ള കേസിലും പാൻ ഹോൾഡ് ആകാറുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന സമയത്തിലും ഒരുപാട് പ്രോസസ്സിങ് ടൈം പാൻ കാർഡ് ആപ്ലിക്കേഷൻ എടുക്കും. അതൊരു 10-12 ദിവസം വരെ കഴിഞ്ഞിട്ടേ പാൻ കാർഡ് ചിലപ്പോൾ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോഴേക്കും ആ ഒരു ഏജിൻ്റെ ആ ഒരു ജനന തീയതിയുടെ പ്രശ്നം മാറിക്കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ പാൻ കാർഡ് ഇപ്പോൾ എടുക്കാനായിട്ട് പുതിയ റൂൾ അനുസരിച്ച് അപ്ഡേറ്റ് ആയിട്ടുള്ള ആധാർ മാത്രം ഉപയോഗിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. ആധാർ ഇല്ലാത്ത ആർക്കും പാൻ കാർഡ് എടുക്കാൻ സാധിക്കുകയില്ല. കാരണം ആധാർ ഓതൻറ്റിഫിക്കേഷൻ ഉണ്ട്. ആധാർ ഓതൻറ്റിഫിക്കേഷൻ സക്സസ് ആയാൽ മാത്രമേ പാൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് സക്സസ് ആകത്തുള്ളൂ. പിന്നെ നിങ്ങൾ എവിടെ പാൻ കാർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവരോട് ആപ്ലിക്കേഷൻ റെസിപ്റ്റ് നമ്പർ ചോദിക്കുക. 2 ഏജൻസികളെയാണ് പാൻ കാർഡ് ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ഒന്ന് NSDLും ഒന്ന് UTASLുമാണ്. ഏത് ഏജൻസി മുഖാന്തരം നിങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് അക്നോളജ്മെൻറ്റ് നമ്പർ എന്നൊരു റെസിപ്റ്റ് കിട്ടും. ഈ റെസിപ്റ്റ് നിങ്ങൾ മാക്സിമം ചെയ്ത ഉടനെ തന്നെ വാങ്ങിച്ച് കൈ വയ്ക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് പാൻ കാർഡ് വരാൻ ഡിലേ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്റ്റ് നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഗൂഗിളിൽ കയറി ട്രാക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. UTASLൻ്റെ ആണെങ്കിൽ A0 എന്നും പറഞ്ഞ് അല്ലെങ്കിൽ R0 എന്ന് പറഞ്ഞിട്ടൊരു ട്രാക്കിംഗ് നമ്പറും, അതുപോലെ NSDLൻ്റെ ആണെങ്കിൽ ഒരു N എന്ന് തുടങ്ങിയിട്ട് ഒരു 12-13 അക്കമുള്ളൊരു ട്രാക്കിംഗ് നമ്പറും ആയിരിക്കും. എല്ലാം നിങ്ങൾക്ക് ട്രാക്ക് ചെയ്ത് നോക്കാൻ ഗൂഗിളിൽ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഏത് സെൻറ്ററിലാണോ ചെയ്തിട്ടുള്ളത് അവരുടെ നമ്പർ വാങ്ങിച്ചിട്ട് ഈ ആപ്ലിക്കേഷൻ റെസിപ്റ്റ് നമ്പർ പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് പാൻ കാർഡ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. പിന്നെ മറ്റൊരു കാര്യം, തീർച്ചയായിട്ടും 2 ഫോട്ടോ വേണം. കാരണം UTASLൻ്റെ പാൻ കാർഡ് ചെയ്യുമ്പോഴേക്കും അവസാനം ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും. അത് നിങ്ങളുടെ എൻ്റെയർ ഡീറ്റെയിൽസ് അടിച്ചിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഫോമാണ്. ഇതിൽ 2 ഫോട്ടോയും ഒട്ടിച്ച് നിങ്ങളുടെ സിഗ്നേച്ചർ ചെയ്തിട്ട് അത് നമുക്ക് ഇൻകം ടാക്സിലേക്ക് അയച്ച് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം മാത്രമേ പാൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പാൻ കാർഡ് ആപ്ലിക്കേഷൻ ചെയ്യുന്നവർ നിർബന്ധമായും ആധാർ കാർഡും, ഇനി ആധാർ കാർഡിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൻ വരില്ല. അതുകൊണ്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റായിട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റോ മറ്റ് പാസ്പോർട്ട് അങ്ങനെയുള്ളതൊന്നും എടുക്കില്ല. ഇപ്പോഴത്തെ ഒരു നിയമം അനുസരിച്ച് ആധാർ കൃത്യമായി
കറക്റ്റായിരിക്കണം. കറക്റ്റായ ആധാർ ഉപയോഗിച്ച് മാത്രമേ പാൻ കാർഡ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലേ അത് ഡിലേ ആകാതെ വരുള്ളൂ. അപ്പോൾ ഈ പാനിനെക്കുറിച്ച് എന്തെങ്കിലും, പുതിയ പാനിൻ്റെ അപേക്ഷയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർക്ക് നമ്മുടെ ഓഫീസ് കോൺടാക്റ്റ് നമ്പറിൽ വിളിക്കാം. 0477 40 69931.